കായംകുളം നഗരസഭയിൽ 27 ലക്ഷം രൂപ മുൻകൂറായി നൽകി നഗരസഭയുടെ മുന്നിൽ കൊണ്ടിട്ടിരിക്കുന്ന ശുചിമുറി മാലിന്യ വാഹനം അഴിമതിയുടെ നിത്യസ്മാരകമായി അവിടെ തന്നെ കിടക്കുമെന്ന് DCC ജനറൽ സെക്രട്ടറിയും മുനിസിപ്പൽ കൗൺസിലറുമായ AP ഷാജഹാൻ പറഞ്ഞു. മൊബൈൽ ശുചിമുറി മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സണും CPM ഏരിയ സെക്രട്ടറിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഷാജഹാൻ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ 27 ലക്ഷം രൂപ മുൻകൂറായി നൽകി നഗരസഭയുടെ മുന്നിൽ കൊണ്ടിട്ടിരിക്കുന്ന ശുചിമുറി മാലിന്യ വാഹനം അഴിമതിയുടെ നിത്യസ്മാരകമായി അവിടെ തന്നെ കിടക്കുമെന്ന് DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ AP ഷാജഹാൻ പറഞ്ഞു. മൊബൈൽ ശുചിമുറി മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സണും CPM ഏരിയ സെക്രട്ടറിയും ജനങ്ങളെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഷാജഹാൻ പറഞ്ഞു. വിവിധ നഗരങ്ങളിൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ വിജയകരമായി പ്രവർത്തിക്കുമ്പോൾ സ്വന്തമായി 5.5 ഏക്കർ സ്ഥലമുള്ള കായംകുളത്ത് മാത്രം അത് നടക്കില്ല എന്ന് പറയാൻ നഗരസഭാ ചെയർപേഴ്സണും CPM ഏരിയ സെക്രട്ടറിക്കും എന്ത് അവകാശമാണുള്ളതെന്നും AP ഷാജഹാൻ ചോദിച്ചു. ആലപ്പുഴ നഗരസഭയിൽ ഇത്തരത്തിലുള്ള 2 വാഹനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനമില്ലാതെ കട്ടപ്പുറത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ചേരി നഗരസഭ 1 രൂപ പോലും മുൻകൂറായി നൽകാതെ ഇത്തരത്തിലുള്ള ഒരു വാഹനം കഴിഞ്ഞ വർഷം ഡിസംബർ മാസം വരുത്തി 3 മാസം ട്രയൽ റൺ നടത്തിയിട്ട് 3 വീടുകളിലെ കക്കൂസ് മാലിന്യം പോലും ശുചീകരിക്കാൻ കഴിയാത്തത് കാരണം ആ നഗരസഭയിൽ നിന്നും ഇത്തരത്തിലുള്ള വാഹനം തിരികെ കൊണ്ടുപോകണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വസ്തുത ഇതായിരിക്കെ വാഹനത്തിന്റെ മേന്മ പറയുന്ന CPM ഏരിയ സെക്രട്ടറി ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ ചെയർപേഴ്സണ് കൂട്ടുനിൽക്കുകയാണെന്നും ഷാജഹാൻ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.